മോഷണ ശ്രമത്തിനിടെ അക്രമിയുടെ കുത്തേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന നടൻ സെയ്ഫ് അലി ഖാൻ സുഖം പ്രാപിച്ചു വരുന്നു. തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് വിവരം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സെയ്ഫ് അലി ഖാന്റെ നട്ടെല്ലിൽ നിന്ന് കത്തിയുടെ ഒരു ഭാഗം നീക്കം ചെയ്തു. 5.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കാണ് സെയ്ഫ് വിധേയനായത്. സെയ്ഫിനെ ഐസിയുവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. അക്രമ സംഭവത്തിൽ സെയ്ഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂർ ബാന്ദ്ര പോലീസിൽ മൊഴി രേഖപ്പെടുത്തി. ബാന്ദ്രയിലെ വസതിയിലെത്തിയാണ് കരീനയുടെ മൊഴിയെടുത്തത്. ആക്രമണവുമായി ബന്ധപ്പെട്ട ഇതുവരെ 30-ലധികം പേരുടെ മൊഴികളാണ് എടുത്തത്. അതേസമയം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയുടെ പുതിയ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. സംഭവത്തിന് ശേഷം പ്രതി പുറത്തെത്തി വസ്ത്രം മാറിയതായും ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു. നീല ഷർട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന അക്രമിയുടെ ചിത്രങ്ങളാണ് ലഭിച്ചത്. പ്രതി ഒറ്റയ്ക്കല്ലെന്നും സഹായിക്കാൻ മറ്റാളുകൾ ഉണ്ടെന്നുമുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം. മൊഴികളിൽ ചില സംശയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യും. സെയ്ഫിന്റെ വീട്ടിലെ ജോലിക്കാർ, സെക്യൂരിറ്റി, മറ്റു ജീവനക്കാർ തുടങ്ങിയവരുടെ വിശദമായ മൊഴിയെടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.